നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ധന്യരും ദൈവത്തിനൊത്തിരി പ്രിയമുള്ളവരുമായ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസവും ദൈവിക കൃപകളും അനുഗ്രഹങ്ങളുമെല്ലാം നമുക്ക് ആവോളം നൽകിത്തരാൻ ദൈവം വിശ്വസ്തനാണെന്ന് എണ്ണിക്കൊണ്ട് അത് പ്രാപിപ്പാനുള്ള യോഗ്യതയ്ക്ക് തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കി കർത്തൃസന്നിധിയിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാദരവോടെ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ച് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ വാഴ്ത്തപ്പെട്ട ദൈവത്തിന് ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും എല്ലാം ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ മുട്ടിട്ടിരിക്കുന്ന ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു. സങ്കീർത്തനം 75-ൻ്റെ 2-ാം വാക്യം, 75-ാം സങ്കീർത്തനം 2-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ദൈവം പറയുന്നതാണ്, ദൈവം പറയുന്ന വാക്കാണ്. വേദപുസ്തകത്തിനകത്ത് അനേക കാര്യങ്ങൾ ദൈവം പറയുന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്മാരാണ് പറയുന്നതെങ്കിലും, അവരുടെ ശബ്ദമാണ്, അവരുടെ വായാണ് ഉപയോഗിക്കുന്നതെങ്കിലും അവരെല്ലാവരും പറഞ്ഞത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവത്തിന് പറയാനുള്ളത് നമ്മുടെ അധരങ്ങളിലൂടെ, നമ്മുടെ ശബ്ദത്തിലൂടെ പറയുന്ന രീതിയാണ് വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ ആത്മീക ശുശ്രൂഷയിൽ നടമാടുന്നത്. ഈ വാക്യത്തിനകത്ത് ദൈവം പറയുകയാണ്, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിച്ചോളാം. മനുഷ്യ ജീവിതം ഒരു സമയക്ലിപ്തതയ്ക്കകത്താണ് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ പരസ്യ സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പണ്ടുകാലത്ത് ആളുകൾ കേൾവിക്കാരുടെ ശ്രദ്ധയെ ആകർഷിപ്പാൻ, ജീവിതത്തെക്കുറിച്ച് ബോധം വരുത്താൻ വേണ്ടി ഇങ്ങനെ പറയുമാറുന്നു. സെമിത്തേരിയിൽ ചെന്ന് നോക്കുമ്പോൾ അനേക ശവസംസ്കാരം നടന്നിരിക്കുന്ന കുഴിമാടങ്ങളുടെ തലയ്ക്കൽ സ്ഥാപിച്ചിരിക്കുന്ന ഓർമ്മക്കല്ലുകളിൽ കൊത്തിയിരിക്കുന്ന 2 സമയങ്ങളുണ്ട്. ഒന്ന് ജനനത്തീയതി, മറ്റത് മരണത്തീയതി. ഇടത്തു ഭാഗത്ത് ജനനത്തീയതിയും വലത്തു ഭാഗത്ത് മരണത്തീയതിയും കുറിച്ചിട്ടുണ്ടാകും. ഈ 2 സമയങ്ങൾക്കകത്ത് ഓടിത്തീർക്കുന്ന ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം. എല്ലാവർക്കും അങ്ങനെയാണ്. ഈ ഭൂമിയിൽ ഇന്നേ കാലത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവരും ഒരു സമയക്ലിപ്തതയ്ക്കകത്ത് ഓടുകയാണ്. ശാസ്ത്രീയമായി വേദപുസ്തകം പ്രസംഗിക്കാൻ അറിയാവുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലോകത്തിലെ അനേക ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, അതിനകത്ത് ഇത്ര സുന്ദരമായിരിക്കുന്ന സമയക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നൊരു ഗോളം വേറെയില്ല ഭൂമിയെപ്പോലെ. 24 മണിക്കൂറുള്ളൊരു ദിവസത്തിൽ 12 മണിക്കൂർ ഓളം രാത്രിയും ബാക്കി പകലുമായിട്ട് ക്രമീകരിച്ചിരിക്കുക. ഒരു വർഷത്തെ ഈ ഭൂമിയിൽ ഋതുഭേദങ്ങൾ കൊണ്ട് വകതിരിച്ചിരിക്കുക. ഈ 2 മാസങ്ങൾ കൂടുമ്പോൾ കാലാവസ്ഥകൾ മാറി വരികയും അത് ഈ ഭൂമിക്കും പ്രപഞ്ചത്തിനും മനുഷ്യർക്കും ഏറെ പ്രയോജനപ്പെടത്തക്ക രീതിയിൽ വിവിധ നിലവാരത്തിൽ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന മഹാദൈവം, ആ രാജശില്പി, ഇതെല്ലാം മനുഷ്യന് വേണ്ടി ചെയ്തിരിക്കുക. ഓരോ കാലങ്ങൾ മനുഷ്യൻ്റെ ജീവിതവും 4 വിരൽ നീളം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യ ദശകളായി മനുഷ്യൻ വ്യാഖ്യാനിച്ചെടുക്കുന്നു. ഇങ്ങനെയെല്ലാം സമയക്ലിപ്തതയ്ക്കകത്ത് ക്രമീകരിച്ചിരിക്കുക. വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ ഓരോ കാര്യങ്ങളും അതതിൻ്റെ സമയത്ത് നിറവേറ്റപ്പെടണം എന്ന് തിരുവെഴുത്ത് അഖണ്ഡനീയമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യനെ ഈ ഭൂമിയിൽ ഇന്നേ കാലത്ത് ജീവിക്കുമ്പോൾ ഒരു സമയ ബെൽറ്റിനകത്തെ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജീവിക്കുന്നവരെ ഇവിടെ വിജയിച്ചിട്ടുള്ളൂ. സമയത്തിൻ്റെ മൂല്യം, സമയത്തിൻ്റെ കടന്നുപോക്ക്, സമയത്തിൻ്റെ ആഗമനം, ഇപ്പോഴത്തെ സമയം, ഇതെല്ലാം വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്ന അനേക വാക്യങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം കൂടി വാരിക്കൂട്ടി വെച്ച് ഒരു നീണ്ട പ്രസംഗത്തിന് സമയമില്ലാത്തതുകൊണ്ട് അത്യാവശ്യമായ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നോടെ ആവർത്തിക്കുന്നു, വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന അറിവനുസരിച്ച് എല്ലാറ്റിനും ദൈവം സമയം ക്രമീകരിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അലസ മനസ്സോടുകൂടി ആ സമയത്തെ തെറ്റിദ്ധരിക്കുന്നു.
സമയം തിരിച്ചറിയാതെ പോകുന്നു. സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നായി വിശുദ്ധ ബൈബിളിൽ പൗലോസിൻ്റെ ലേഖനങ്ങൾക്കകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സമയത്തെക്കുറിച്ച് അറിയാത്തവരല്ലല്ലോ. ലോകത്തിൽ സമയത്തെക്കുറിച്ച് വളരെ കൃത്യമായി, അതായത് ഇപ്പോൾ രാവിലെ 7 മണിയായെന്നോ ഉച്ചയ്ക്ക് 12 മണിയായെന്നോ എന്നുള്ള ക്ലോക്ക് പറയുന്ന സമയത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ ലോകത്തിൽ തിരിച്ചറിഞ്ഞത് ലോകത്തോട് പറയുകയും ആ സമയത്തിൻ്റെ നിലവാരമനുസരിച്ച് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യുവാൻ ഏറ്റവും കടപ്പാടുള്ളവർ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ തിരുസഭയാണ്, സഭാംഗങ്ങളാണ്, ദൈവമക്കളാണ്. അപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന, എന്നെ കേൾക്കുന്ന, ദൈവോന്മുഖമായി ജീവിക്കുന്ന, ദൈവഭക്തരായ, ദൈവത്തിൻ്റെ ആളുകളെന്നറിയപ്പെടുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ സമയത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കും. ഞാനൊന്നോടെ പറയട്ടെ, സമയത്തെക്കുറിച്ച് ബോധമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾ വിജയിക്കില്ല, സക്സസ് ആകില്ല. നമ്മുടെ ദൈവം നമ്മെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നൊരു വാക്കുണ്ട്. എഗസ്കേൽ പ്രവചനം 16-ാം അധ്യായം 8-ാം വാക്യമാണ്. എഗസ്കേൽ പ്രവചനം 16-ാം അധ്യായം തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റഡായ, ഞാൻ ഒത്തിരി ശ്രദ്ധേയമായിരിക്കുന്ന, ഞാൻ പ്രസംഗിച്ചിട്ടുള്ളൊരു അധ്യായമാണ്. നിങ്ങളും വായിച്ചു നോക്കിയാൽ അറിയാം. ഇസ്രായേൽ ജനത്തെ, അവരുടെ ജന്മവിവരണത്തെ ഒന്ന് ഓർപ്പിച്ചുണർത്തുകയാണ് പ്രവാചകനിലൂടെ 16-ാം അധ്യായത്തിനകത്ത്. അതിനകത്ത് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിൻ്റെ സമീപത്തൂടെ കടന്നു പോയപ്പോൾ നിനക്ക് പ്രേമത്തിന് സമയമായി എന്ന് ഞാൻ അറിഞ്ഞു. സഭ്യമായിട്ട് ആ വാക്ക് ചിന്തിക്കണേ. അതിൽ അന്തർലീനമായിരിക്കുന്നത് എന്തുമാകട്ടെ, പക്ഷെ ദൈവം നിൻ്റെ സമീപത്തൂടെ കടന്നുപോയി. അങ്ങനെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് മനസ്സിലായി. ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നിനക്ക് പ്രേമത്തിന് സമയം, ഒരു ആലങ്കാരികതയാണ്, ഒരു സ്ഫുടത അതിനകത്തുണ്ട്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഇറ്റ് വാസ് യുവർ പ്രോപ്പർ ടൈം ഫോർ ലവ്. ഇറ്റ് വാസ് യുവർ പ്രോപ്പർ ടൈം ഫോർ ലവ് എന്ന് പറഞ്ഞാൽ നിൻ്റെ കറക്റ്റ് ടൈമാണിത്. എന്തിനുള്ളത്? ആഹാരം കഴിക്കാനല്ല, ആഹാരം കഴിക്കാനുള്ള സമയമല്ല, നിനക്ക് സ്നേഹം കിട്ടേണ്ട സമയമായി. ഇറ്റ് വാസ് ദ പ്രോപ്പർ ടൈം ഫോർ ലവ്. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? അയ്യോ, കുഞ്ഞായിരിക്കുമ്പോഴേ അപ്പച്ചൻ്റെ സ്നേഹം, വല്യപ്പച്ചൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, ചേച്ചിയുടെ സ്നേഹം, ചേട്ടൻ്റെ സ്നേഹം എല്ലാം കിട്ടി വളർന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇല്ല, അവിടെ ആ വാക്ക്, ലോകത്തിൽ സ്നേഹത്തിൽ പൊതിഞ്ഞാണ് പലരും വളരുന്നത് കേട്ടോ. ഇല്ലാത്തവരൊക്കെ കണ്ടേക്കാം. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്നേഹം കിട്ടി വളർന്നവനല്ല, എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞുനാളിൽ മരിച്ചുപോയി, എൻ്റെ അപ്പ വേറെ കല്യാണം കഴിച്ചു. കഷ്ടങ്ങൾ, ദുരിതങ്ങൾ, ട്രാജഡികൾ, ഒരു സിനിമയെ ഉണ്ടാക്കാനുള്ള കഥ സ്വന്തം ജീവിതത്തിലുള്ളവർ കണ്ടേക്കാം. ചിലരങ്ങനെയല്ല, വാരിക്കോരി സ്നേഹം കിട്ടിയവരായിരിക്കും. ഇവിടെ ദൈവം പറയുന്നു, നിനക്ക് പ്രേമത്തിനുള്ള സമയമായെന്ന് പറഞ്ഞാൽ ആരാണ്ടും നിന്നെ ഒരു അഫെയർ, ഒരു പ്രേമബന്ധം ഉണ്ടാക്കുന്ന കാര്യമല്ല അവിടെ പറയുന്നത് കേട്ടോ. പെട്ടെന്ന് മനസ്സിലാക്കി അങ്ങനെയൊന്നും വരരുത്. ദൈവത്തിന് മനസ്സിലായി, എൻ്റെ സ്നേഹം അവൾക്ക് കിട്ടേണ്ട സമയമായി. അങ്ങനെ ഒരു സമയമുണ്ട് ദൈവമക്കളെ. ലോകത്തിൽ ആരൊക്കെ നമ്മളെ സ്നേഹിക്കാനുണ്ടെങ്കിലും മനുഷ്യൻ അസ്വസ്ഥനാകും. എപ്പോ? ദൈവത്തിൻ്റെ സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ. ആ വാക്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങളെ ആരൊക്കെ, ഹന്നയോട് പറഞ്ഞില്ലേ ഭർത്താവ്, ഈ 10 പുത്രന്മാരുള്ളതിനേക്കാൾ ഞാനുള്ളത് പോരെ എന്നൊക്കെ ചോദിക്കാൻ നമ്മുടെ ആളുണ്ടെങ്കിലും ദൈവസ്നേഹം കിട്ടാത്തവരുടെ വെപ്രാളം നിങ്ങൾക്കറിയുമെന്നറിയില്ല. ദൈവത്തിനിത് പെട്ടെന്ന് മനസ്സിലായി. ഈ കൊച്ചിനിപ്പോൾ വേണ്ടത് കല്യാണമൊന്നുമല്ല, ഇവക്കിപ്പോൾ വേണ്ടത് ചുരിദാറും സാരിയും, ഇവന് വേണ്ടത് പാൻറ് ഷർട്ടും ഒന്നുമല്ല, ഇവനിപ്പോൾ വേണ്ടത് എൻ്റെ സ്നേഹമാണ്. എൻ്റെ സ്നേഹം, അതിൻ്റെ സമയമായി. സമയം വരുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി വാക്യങ്ങൾ എൻ്റെ മുമ്പിൽ എഴുതി വെച്ചുകൊണ്ട് റെക്കോർഡിന് ഇങ്ങനെ ഇരുന്നത്. പക്ഷെ മറ്റേ വാക്യത്തിലേക്ക് ഒന്നും പോകാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ തിരുവെഴുത്തിൽ ഇത് തന്നെ ഊന്നിപ്പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളൊത്തിരി അസ്വസ്ഥതയുള്ള ആൾ, നിങ്ങൾക്ക് പണമുണ്ട്,
നിങ്ങളിത് കേൾക്കുന്ന ലോകത്തിൻ്റെ എല്ലാവരും ചെല്ലാൻ കൊതിക്കുന്ന ഒരു രാജ്യത്തിരുന്നുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് 2-3 മക്കളുണ്ട്, നിങ്ങൾക്ക് സ്നേഹിക്കുന്നൊരു ജീവിത പങ്കാളിയുണ്ട്. ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ കാണും, എന്നും വിളിക്കും, മോളെ എന്നേ വിളിച്ചിട്ടുള്ളൂ, മോനെ എന്നേ വിളിച്ചിട്ടുള്ളൂ. സ്നേഹം പങ്കുവെക്കുന്ന ചില രീതിയുണ്ട്, അത് പ്രദർശിപ്പിക്കുന്ന ചില സ്റ്റൈലുകളുണ്ട്. ഇതൊക്കെ ശരിയായിരിക്കാം. എന്നിട്ടും നിങ്ങളുടെ മനസ്സ് കടലിരമ്പും പോലെ ഇരുമ്പുകയാണോ? ഒരസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം എന്നാന്ന് പറയട്ടെ, നിനക്ക് ദൈവസ്നേഹം കിട്ടേണ്ട സമയമായി. ഇനി നീ അടങ്ങണമെങ്കിൽ ആ സ്നേഹം നിന്നെ ശരിക്കും വാരി പുണരണം. അതുകൊണ്ട് ദൈവത്തോട് പറ, ഈ സ്നേഹം ഞാൻ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി ഡെയിലി മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഉടയവൻ്റെ സ്നേഹം കിട്ടാൻ തുടങ്ങിയാൽ രോഗം പോലും സൗഖ്യമാകും. തോറ്റുപോകും. നിരാശ, മറ്റൊരുത്തൻ നിന്നെ ഉപദ്രവിച്ചത്, ചിലർ നിന്നെ പറ്റിച്ചത്, നിന്നോട് വേണ്ടാധീനം കാണിച്ചത്, തീർത്തും വൃത്തികേടായിട്ട് നിന്നോട് ഇടപെട്ടത്, അതിൻ്റെ മുറിവ്, വേദന, ഇതെല്ലാം പോകും. എപ്പോഴാണെന്നറിയാമോ? പ്രേമകാന്തനായ ആത്മമണവാളൻ്റെ സ്നേഹം നിനക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ ദൈവം പറയുന്നു, നിനക്കതിൻ്റെ സമയമായി, നിനക്കതിൻ്റെ സമയമായി. സ്നേഹം തിരിച്ചറിയാനുള്ള സമയമായി. പ്രിയരെ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ഞാൻ ഇതിൽ നിന്ന് 75-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒറ്റ വാചകം എടുക്കുന്നുള്ളൂ. സമയം വരുമ്പോൾ. അതേ പ്രിയപ്പെട്ടവരെ, നിന്നെ കരുതാൻ, നിന്നെ ഉയർത്താൻ, നിന്നെ മാനിപ്പാൻ, നിന്നെ സൗഖ്യമാക്കാൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ദൈവം ഒരു സമയം കണ്ടിട്ടുണ്ട്. സമയം വരുമ്പോൾ, അല്ല, സമയമായി. നിനക്ക് സ്നേഹം കിട്ടാനുള്ള സമയമായി. ഞാനിനി പ്രാർത്ഥിക്കാം. ബാക്കി നിങ്ങൾ അനേക വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ചിന്തിച്ചോളുക, ധ്യാനിച്ചോളുക. ഇപ്പോൾ നിനക്കെന്താ വേണ്ടതെന്ന് നീ നിന്നോട് തന്നെ പറ, മനസ്സിനോട് പറ. നിനക്കിപ്പോൾ ചോറും ബിരിയാണിയും ഒന്നും അല്ലടാ വേണ്ടേ. ഇതൊന്നും കിട്ടിയാൽ നീ അടങ്ങില്ലടാ. നിനക്കിപ്പോൾ വേറെ ഒരു വിസയും ജോലിയൊന്നും അല്ല വേണ്ടേ. ഇതൊന്നും കിട്ടിയാൽ നീ അടങ്ങില്ല. പിന്നെ എന്ത് വേണം? നീ നിൻ്റെ ആത്മാവിനോട് പറ, നിനക്ക് ദൈവസ്നേഹം കിട്ടണം. ആ സ്നേഹം കിട്ടിയെങ്കിലേ നീ അടങ്ങത്തുള്ളൂ. അതിനു വേണ്ടി തൃക്കാർക്കലിരിക്കുക. കർത്താവിനോട് പറ, എനിക്ക് ഇച്ചിരി സ്നേഹം വേണം, എന്നെ സ്നേഹിക്കണം. ദൈവത്തിന് പെട്ടെന്ന് പിടികിട്ടും നിനക്കതിൻ്റെ സമയമായെന്ന്. അതല്ലേ എഗസ്കേൽ 18:8 വായിക്കണം കേട്ടോ. ഇതെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മെച്യൂരിറ്റി, ഞങ്ങളുടെ അനിവാര്യത, ഞങ്ങളുടെ ആവശ്യത, ഇതൊക്കെ നന്നായി അറിയുന്ന ദൈവം, അടിയങ്ങളുടെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ദൈവമേ, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ ഇത് കേൾക്കുന്നവരുടെ ടൈമിംഗ് നന്നായി അറിയുന്ന ദൈവമേ, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറച്ച് മാനിക്കണം. ഈ വാക്ക് ഒത്തിരി പേർക്ക് ഫലിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.